Hello friends, welcome back to my channel. ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള പായസമാണ് മക്രോണി പായസം എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. 20 മിനിറ്റ്സിനുള്ളിൽ ഈ പായസം റെഡിയാവും. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടന്നാലോ. നമ്മുടെ മക്രോണി പായസം ഉണ്ടാക്കാനായിട്ട് നമുക്കിപ്പോൾ ഇതിലേക്ക് ഒരു പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3 കപ്പ് പാല്, ഫുൾ ഫാറ്റ് മിൽക്കാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മുടെ പാല് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് നമ്മുടെ മക്രോണി ഇട്ട് കൊടുക്കാം. അപ്പോൾ മക്രോണി ഇതിൽ കിടന്ന് വേവുമ്പോൾ നമ്മുടെ പാലും കട്ടിയായിക്കോളും, പിന്നെ നമ്മുടെ മക്രോണി വേവും ചെയ്തോളും. അപ്പോൾ നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് മക്രോണി വേവിക്കേണ്ട ആവശ്യമില്ല. ഈ പാലിൽ കിടന്ന് തന്നെ അത് വെന്തോട്ടെ. അപ്പോൾ പാലിൻ്റെ അളവും കുറഞ്ഞ് അത് നല്ല കട്ടിയായിട്ട് വന്നോളൂ. അതിന് വേണ്ടി നമ്മളങ്ങനെ ചെയ്യണേ. ഇത് നമുക്കിനി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പാലിങ്ങനെ തിളച്ച് വരില്ലേ. അതുകൊണ്ട് ഇതൊരു 10 മിനിറ്റെങ്കിലും ഇങ്ങനെ ഇളക്കി നമ്മുടെ പാലിൻ്റെ അളവ് നന്നായിട്ട് കുറച്ച് കൊണ്ടുവരണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ പാലൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നമ്മൾ ഇട്ടതിനേക്കാളും പകുതി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മക്രോണിയും ഇതിലൊക്കെ ഉണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, പൊട്ടുമ്പോൾ നന്നായി എളുപ്പത്തിൽ പൊട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് തേൻ ഇട്ട് കൊടുക്കാം. നമ്മൾ പഞ്ചസാരയോ ശർക്കരപ്പാനിയോ അല്ല ഇടുന്നത്. നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് തേൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ തേനിടുമ്പോൾ കുറച്ചുകൂടി ഒരു നല്ല ഹെൽത്തി ആവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മളിപ്പോൾ തിളപ്പിച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുള്ളൂ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ തിളപ്പിച്ചെടുത്തത്. ഇതിലേക്ക് നമുക്ക് ഇനി ഒരു 1/4 സ്പൂണ് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം നല്ല മണവും എല്ലാം വരും. ഇനി നമുക്ക് ഇതിലേക്ക് 2 സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തന്നെ ഇട്ടാൽ മതി. ഇനി നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത പീനട്ടാണ്, തോല് കളഞ്ഞിട്ടുള്ള പീനട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കശുവണ്ടി അല്ല ഇടുന്നത്, നമ്മൾ പീനട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മുടെ മക്രോണി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാകെ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു 20 മിനിറ്റ്സ് ആണ് എടുത്തേക്കുന്നത്. നല്ല എളുപ്പത്തിൽ തന്നെ റെഡിയായി കിട്ടും. നിങ്ങൾ എന്തായാലും ഈ ഓണത്തിന് ഇത് ട്രൈ ചെയ്ത് നോക്കിയോളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.